ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇത് ഉള്ളത് തൃശ്ശൂരിലാണ് കേട്ടോ. ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഇവിടെ കയറിയത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കയറിയപ്പോൾ ഇവിടെ കണ്ടത് ഐസ്ക്രീം പാർലറായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് എനിക്ക് എൻ്റെ അനിയനും ഒരു ഐസ്ക്രീം മേടിച്ചു. ഞാൻ വാനിലയാണ് മേടിച്ചത്. വാനില ഞാൻ എവിടെ പോകുമ്പോഴും വാനില എടുക്കാറുള്ളൂ കേട്ടോ. എനിക്ക് വാനില നല്ല ഇഷ്ടമാണ്. എൻ്റെ അനിയൻ ചോക്ലേറ്റും മേടിച്ചു. പിന്നെ ഞങ്ങളൊരു ബെഞ്ചിൽ പോയിരുന്നിട്ട് അത് കുറേ നേരമൊക്കെ കഴിച്ചു ഗൈസ്. പിന്നെ അവിടെ കുറേ നേരമൊക്കെ നോക്കിയിരുന്നു. ഐസ്ക്രീം കഴിയണ വരെ അവിടെ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു. ഐസ്ക്രീം ചപ്പി ഇരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. വെറുതെ ഷോപ്പിംഗ് ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിൽ, ഫുഡ് നല്ല ഇങ്ങനെ ഗ്രോസറീസ് സെക്ഷനിലൊന്ന് പോയി. അവിടെ നിന്ന് കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. സ്നിക്കേഴ്സ്, അതുപോലത്തെ മഞ്ച്, കിൻഡർ ജോയ്, അതുപോലത്തെ കുറച്ചൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ തന്നെ എത്തി. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പോവാൻ തുടങ്ങി. അപ്പം ഇവിടെ ഭയങ്കര ക്രൗഡാണ്, കാരണം എല്ലാവരും ഇവിടെയാണ് വരുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് എല്ലായിടത്തും പോയി നോക്കി. ക്രിസ്മസ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പ്ലം കേക്ക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് പ്ലം കേക്ക് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. അതിൽ ഒരു ഗ്രേപ്സും മുന്തിരിയും അതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല. നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഗൈസ് ഇവിടുത്തെ. ഞങ്ങൾ കുറച്ച് എന്തൊക്കെയൊക്കെ മേടിച്ചു. പിന്നെ അവിടെ കുറേ നേരം കറങ്ങി നടന്നപ്പോൾ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്നാക്ക് മേടിച്ചു. ബർഗർ, ചെറിയൊരു ബർഗറായിരുന്നു മേടിച്ചത്. അഥവാ വിശക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ടാണ് ബർഗർ മേടിച്ചത് കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ അല്ലാതെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ബർഗർ മേടിച്ചു. ഞങ്ങൾ കുറേ നോക്കിയപ്പോൾ കുറേ നട്ട്സും അതുപോലെ പീനട്ട്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് ഷോപ്പ് ചെയ്തിട്ട് അവിടുത്തെ ബില്ലും അടച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പോയി നടന്നു. ഇങ്ങനെ കുറേ നേരം ആപ്പിളും ഒക്കെ മേടിച്ചു. ഞങ്ങൾ ഇത്തിരി എല്ലാം മേടിച്ചു. ഫ്രൂട്ട്സൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. സ്ട്രോബെറീസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പഴുത്ത പഴം, അല്ലാത്ത പച്ചപ്പഴം, ഒരു റെഡ് കളർ പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അവിടെ. ഞാനതൊന്നും മേടിച്ചില്ല, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ സെക്ഷൻ പോലെ ഇങ്ങനെ കണ്ടു. കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് അവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു ഒരു മീനെയൊക്കെ മേടിക്കാനായിട്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് മേടിക്കുമ്പോൾ ആ ഒരു ബോട്ടിലോടെ കിട്ടും. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഓൾറെഡി ആ സാധനം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫിഷിനെ മാത്രം കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മേടിച്ചില്ല. ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ബർഗർ മേടിച്ചത്. ഇവിടെ നിന്നല്ല, വേറൊരു സ്ഥലത്തു നിന്നാണ്. ഇവിടെ പിന്നെ കുറേ ഫിഷിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല. ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ വാങ്ങിക്കണ കടയിൽ നിന്നാണ് മേടിക്കുക. അത് കഴിഞ്ഞിട്ട് വുമൺസിനും മെൻസിനും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നടന്നു. പിന്നെ ഞങ്ങൾ കുറേ മോതിരങ്ങളും അതുപോലെ ഇയറിങ്സ്, അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി നടക്കുക ചെയ്തുള്ളൂ, വേറൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ മൈ മെലഡി, നമ്മുടെ ക്യാരക്ടർ മൈ മെലഡിയുടെ ഒരു പൗച്ച് കണ്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഈ ആനിമി സാധനങ്ങളൊക്കെ കണ്ടു. എനിക്ക് ഈ ആനിമിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. നല്ല ക്യൂട്ടാണ്. പിന്നെ ഞങ്ങൾ കുറേ ചെയിൻസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ കുറേ നേരം മോതിരം പിന്നെയും നോക്കി. എനിക്ക് ഫിറ്റ് ആവണത് വല്ലതും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടി മേടിക്കാനായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, എന്നാൽ ഒരെണ്ണം കൂടി മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അനിയൻ്റെ ചെരുപ്പ് ആകെ പഴയതായതുകൊണ്ട് അവൻ്റെ വേറൊരു ചെരുപ്പ് മേടിച്ചു. അവൻ്റെ സൈസിനുള്ള തന്നെ നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടുള്ള ചെരുപ്പായിരുന്നു. എനിക്ക് ചെറിയൊരു ഹീൽസ് പോലെയുള്ള ചെരുപ്പ് വേണമെന്നായതുകൊണ്ട് ഞങ്ങളവിടെ കുറേ നേരം ഹീൽസൊക്കെ തപ്പി. പക്ഷേ ഇതുപോലത്തെ വലിയ ഹീൽസ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഇട്ട് നടക്കുമ്പോൾ തന്നെ ഞാൻ വീഴാൻ പോവായിരുന്നു. പിന്നെ എൻ്റെ കാലൊക്കെ വേദന എടുക്കുമായിരുന്നു.
അപ്പം അമ്മ പറഞ്ഞു എന്നാൽ വേറെ ഓൺലൈനിൽ നിന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളേ.